ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാടമാണ്. ആ പാടത്തേക്ക് ഞങ്ങൾ വൈകുന്നേരം വെറുതെ നടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എടുത്തതാണ് വീഡിയോ. പോകുന്ന വഴി രണ്ട് സൈഡിലും മരങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരങ്ങളിൽ നിന്ന് ഇല വീണ് കിടക്കുകയാണ്. എല്ലായിടത്തും ഇല വീണ് കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നു. പണ്ടൊക്കെ ഇവിടെ നെൽകൃഷിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നെൽകൃഷിയൊന്നുമല്ല. ഇപ്പോൾ തെങ്ങുകളും അതുപോലെ കവുങ്ങ്, വാഴ, കുരുമുളക് അങ്ങനെ ടൈപ്പ് കൃഷികളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവർ. പിന്നെ നമ്മളിവിടെ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് നല്ല പരിചയമാണ്. നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ടാവും ഇതെന്താ ഇവർ കാട്ടിലേക്ക്, ഇതെന്താ കാട്, ഇവിടേക്കൊക്കെ പോകുമ്പോൾ പേടിയില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളെപ്പോഴും വരുന്ന കാരണം നമുക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ ഇങ്ങനെ നനയ്ക്കാനായിട്ട് അന്നൊക്കെ വൈകിട്ട് നനയ്ക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പോകും. അന്ന് ഞങ്ങൾ തറവാട്ടിലായിരുന്ന സമയത്ത് എല്ലാവരും കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കിണറുണ്ടായിരുന്നു. അവിടുന്ന് വെള്ളം കോരിയിട്ട് വേണം ഇവിടെ നനയ്ക്കാൻ. അന്ന് മോട്ടറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് കോരിയിട്ടാണ് നനച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ പോണത്, നമ്മളവിടെ വെള്ളത്തിൽ കളിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോവുക. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് പുളി പെറുക്കി കഴിക്കുക, അതൊക്കെയായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോവാറ്. അന്നൊക്കെ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും. ഇവിടെ അടുത്ത് തന്നെ പുഴയുണ്ട്. ആ പുഴയിൽ നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോകുമായിരുന്നു. നമ്മളിങ്ങനെ പാടത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും അവിടെ പോവാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇവിടെ വേലിയേറ്റ സമയമായതുകൊണ്ട് വെള്ളം നല്ലോണം ഉണ്ട്. കുട്ടിയുള്ള കാരണം അങ്ങോട്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പോവായിരുന്നു. ഇന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല അവിടെ. വേറൊരു ദിവസം നിങ്ങളെ കാണിക്കാം. അദ്രൂന് ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് വെള്ളമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുക. പണ്ടൊക്കെ ഇതിലൂടെ താറാവിനെ ഇങ്ങനെ തീറ്റ തേടി ഇങ്ങനെ കൊണ്ടുവരായിരുന്നു. അതായത് കുറേ താറാവുണ്ടാവും, കൂടെ 2 പേരൊക്കെ ഉണ്ടാവും. ഒരു വലിയൊരു വടി അവരുടെ കയ്യിൽ വലിയൊരു വടി ഉണ്ടാവും. അവിടെ അതിൻ്റെ അറ്റത്ത് എൻഡിലൊരു കവറൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അത് വെച്ചിട്ട് ഇവരിങ്ങനെ താറാവിനെ ഇങ്ങനെ ആട്ടുമ്പോൾ അവരെല്ലാതും ഒരേ ദിശയിലേക്ക് പോകും. അവർ ഇങ്ങനെ എപ്പോഴും കൂട്ടത്തോടെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ താറാവിനൊക്കെ ഇവിടെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഈ നെൽകൃഷി കഴിഞ്ഞ പാടത്ത് ഈ ചെറിയ മീനുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. പക്ഷെ ആദ്യം ഇങ്ങനെ താറാവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നമ്മൾ ഒരു വലിയൊരു തെങ്ങിൻ തോപ്പ് തന്നെ പറയാം. ഇവിടെ നിറയെ തെങ്ങാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് വരണം. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഈ തെങ്ങിൻ്റെ ഈ വേര്, ആ ഭാഗങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ തെങ്ങിൻ്റെ ഈ മുകളിലോട്ടുള്ള ഭാഗം മാത്രം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ വീട്ടിൽ നിന്നാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. ഈ തെങ്ങിൻ്റെ തോപ്പ് കഴിഞ്ഞ നമ്മുടെ വീടാണ്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് കേട്ടത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.